ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റി ലേണിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചാണ്. റീസെൻ്റ്ലി നമ്മൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഗുജറാത്തും കൂടെ യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഉത്തരാഖണ്ഡിന് ശേഷം ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നിയമസഭയിൽ പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്, രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. പട്ടികവർഗ വിഭാഗങ്ങളെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്താണ് ഏക സിവിൽ കോഡ് അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് വെച്ചാൽ എന്താണ്? രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവരുടെ മതം, ലിംഗം, ജാതി എന്നിവ പരിഗണിക്കാതെ വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ദത്തെടുക്കൽ എന്നിവയ്ക്ക് ഒരേ നിയമം ബാധകമാകുന്ന വ്യവസ്ഥയാണിത്. എല്ലാ കാര്യങ്ങൾക്കും ഒരേ നിയമം വരിക, അതായത് എല്ലാ വിഭാഗക്കാർക്കും ഒരേ നിയമം വരുന്ന ഒരു വ്യവസ്ഥയാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 ആണ് രാജ്യത്തുടനീളം പൗരന്മാർക്ക് ഏക സിവിൽ കോഡ് ഉറപ്പാക്കാൻ സർക്കാരിനോട് നിർദ്ദേശിക്കുന്നത്. ഏക സിവിൽ കോഡ്, അതായത് ഒരേ നിയമം വരുന്ന വ്യവസ്ഥ, അത് വരുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 44. ഒരേപോലത്തെ നമ്പേഴ്സാണ് 4. ഓക്കെ. നിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് ഉൾപ്പെടുന്ന നിർദ്ദേശക തത്വങ്ങളിലാണ് ഏക സിവിൽ കോഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് DPSPയിലായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യമായി UCC ബിൽ പാസാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡും ഇപ്പം നിലവിൽ വന്നത് ഗുജറാത്തിലുമാണ്. എങ്കിലും 1867 മുതൽ തന്നെ ഗോവയിൽ പ്രത്യേക സിവിൽ കോഡ് നിലവിലുണ്ട്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 44 ആദ്യം നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡ്, രണ്ടാമത് നടപ്പിലാക്കിയ സംസ്ഥാനം ഗുജറാത്ത്. ഓക്കെ, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.